Hello, my dear aspirants. Very warm welcome to all of you to Ignite Academy. റീസെന്റ് എഡിക്വിറ്റി നടത്തിയ പുതിയ പാറ്റേണിലുള്ള SSCയുടെ സെലക്ഷൻ പോസ്റ്റിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് റീസണിങ്ങിൽ കുറച്ചധികം ടൈം കൺസ്യൂം ചെയ്തു എന്നും അതിന് കാരണമായത് ക്രിട്ടിക്കൽ റീസണിങ്ങിൽ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസും ആയിരുന്നു. അതിലൊരു ടൈപ്പ് ആയിരുന്നു ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പം ഇനി വരാൻ പോകുന്ന CGL-ലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കുമെന്നും അങ്ങനെ ആവർത്തിക്കുമ്പോൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ടി ലെവലൊക്കെ കൂടിയത് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ സമയം അവിടെ എടുക്കുന്നത് കൂടിയേക്കാം. അപ്പോൾ അതിനൊരു പരിഹാരം അല്ലെങ്കിൽ അതിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു കണ്ടന്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ ചോദ്യങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആ ചോദ്യങ്ങൾ വരുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവസാനം വരെ വീഡിയോ കാണുക. ആൻഡ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഇമോഷണൽ ഇന്റലിജൻസ് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എങ്ങനെയാണ് അവർ ചോദ്യം ചോദിക്കാറ്, ഇതൊക്കെയായിരിക്കും ഞാൻ ആദ്യം പറയാൻ പോവുക. അതിനുശേഷം അത് സോൾവ് ചെയ്യേണ്ട രീതി ഞാൻ പറയും. അതിനുശേഷം ഞാൻ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. നിങ്ങൾ വീണ്ടും ഒന്നും കൂടി വന്നിട്ട് ഈ വീഡിയോ ആദ്യം മുതലുള്ളത് ഒന്നും കൂടി ചിലപ്പോൾ ഒരു 2 തവണ നിങ്ങൾ കാണേണ്ടി വന്നേക്കാം. രണ്ടാമത് കാണുമ്പോൾ സ്പീഡിലിട്ട് കണ്ടാൽ മതി, പക്ഷെ കാണുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ക്രിട്ടിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞ് ക്രിട്ടിക്കൽ റീസണിംഗ് ഇമോഷണൽ ഇന്റലിജൻസ് പറഞ്ഞാൽ എനിക്കൊരു സാഹചര്യം തരും, ഒരു സിറ്റുവേഷൻ തരും. ആ സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നീ എന്ന് പറയുന്ന ആൾ, അത് ചിലപ്പോൾ ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, നിന്റെ സുപ്പീരിയർ ആയിരിക്കാം, ഒരു ജൂനിയർ ഓഫീസർ ആയിരിക്കാം, ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കാം. ഹൗ വുഡ് യു റെസ്പോണ്ട്? എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ് അല്ലെങ്കിൽ ഡിസിഷൻ എന്തായിരിക്കും എന്നാണ് അവരവിടെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഡിസിഷൻ മേക്കിംഗ് എന്നും നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ പറയാനായിട്ട് സാധിക്കുന്നത്. പൊതുവേ നമുക്കൊരു സ്കീം ബേസ്ഡ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്കീം, അതൊരു സ്കോളർഷിപ്പ് സ്കീം ആവാം, മിഡ് ഡേ മീൽ സ്കീം ആവാം, അതിനെപ്പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം നമ്മളടുത്ത് പറയും ഇതിന് നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനം എന്തായിരിക്കും എന്നായിരിക്കും ആ ഒരു ചോദ്യത്തിൽ വരാൻ പോകും. അതുപോലെ നിങ്ങളൊരു ഡിസ്ട്രിക്ട് കളക്ടറാണ്, അതോറിറ്റിയാണ്, ഒരു മുനിസിപ്പൽ സെക്രട്ടറിയാണ്, നിങ്ങളുടെ നടപടി എന്തായിരിക്കും, ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെ റെസ്പോൺസ് ചെയ്യും. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ നിന്ന് നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരിക. ഒരു സുപ്പീരിയർ ഓഫീസർ അയാളുടെ പേഴ്സണൽ അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ടൊരു കാര്യം, അയാളുടെ ജൂനിയർ അസോസിയേറ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യം, അവരുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ ഒക്കെ പരാമർശിച്ചുകൊണ്ടും ചിലപ്പോൾ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടാം. അവിടെ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും, റെസ്പോൺസ് എങ്ങനെയായിരിക്കും. ഇനി ചിലപ്പോൾ നിങ്ങളുടെ ടീം ലീഡർ ആയിരിക്കാം, അപ്പോൾ ആ ടീമിന്റെ ഉള്ളിലത്തെ ഒരു പ്രശ്നമായിരിക്കാം അവിടെ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടാവുക. അതിന് നിന്റെ റെസ്പോൺസ് എന്തായിരിക്കും, ടീമിനെ ബാധിക്കാത്ത രീതിയിൽ, എന്നാൽ ടീമിന്റെ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ, ഇങ്ങനെയൊക്കെ ആയിരിക്കാം നമുക്ക് ചോദ്യങ്ങൾ ലഭിക്കുന്നുണ്ടാവുക. ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ ഒരു റിലീജിയസ് ലീഡർ ആയിരിക്കാം. അപ്പം ആ റിലീജിയസ് സെന്റിമെന്റ്സിനെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്കൽ ലീഡർ ആണെങ്കിൽ സമൂഹത്തിനെ ബാധിക്കാത്ത രീതിയിൽ എന്നാൽ മറ്റു ചില പ്രശ്നങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം സ്കീം ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്കീമുകൾ എന്ന് പറയുമ്പോൾ എന്താണ് ആ സ്കീമുകളുടെ യൂഷ്വലി സാധാരണഗതിയിൽ ഒരു സ്കീം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നാണ് ഞാൻ ജസ്റ്റ് പറയാൻ പോകുന്നത്. ഒരു സ്കീം എന്ന് പറഞ്ഞാൽ മക്കളെ അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാനായിട്ടുണ്ടാവും അല്ലേ. അതായത് മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുമ്പോൾ അതിന് ആരൊക്കെയാണ് ബെനിഫിഷ്യറീസ്, ആർക്കൊക്കെ അത് കൊടുക്കാൻ പാടുള്ളൂ, ഏത് പ്രായപരിധി, ഏത് കാറ്റഗറി സ്കൂളുകൾ, ഏത് വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ, അതുപോലെ തന്നെ മറ്റൊരു സ്കീം സ്കോളർഷിപ്പ് സ്കീം ആണെങ്കിൽ എത്ര ഇൻകത്തിന്റെ ഉള്ളിൽ വരുന്ന ആൾക്കാർ, അവരുടെ മാതാപിതാക്കളുടെ സാമ്പത്തിക സ്ഥിതി, അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് അവിടെ ഉണ്ടാവും. അവിടെ ബെനിഫിഷ്യറീസ് ആരാന്നുള്ളത് കൃത്യമായിട്ട് ആ സ്കീമിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ സ്കീം നടപ്പിലാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും, ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അവർക്ക് ഫോളോ ചെയ്യേണ്ട ചില റൂളുകൾ ഉണ്ടാവും, ക്രൈറ്റീരിയൻ ഉണ്ടാവും. ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിലായിരിക്കും ആ സ്കീം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടേണ്ടി വരിക. അപ്പൊ നിങ്ങളുടെ ഉത്തരത്തിൽ എപ്പോഴും നമ്മൾ ആലോചിക്കണം, അത് ടൈം ബൗണ്ട് സ്കീമാണോ, അതായത് ഇത്ര സമയം കൊണ്ട് അത് കൊടുത്തു തീർക്കണമെന്നുണ്ടോ, എന്തെങ്കിലും ഒരു ഡിലേ ആ സ്കീം നിർത്തലാക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ആരെയെങ്കിലും ബാധിക്കുമോ, എവിടെയെങ്കിലും സസ്പെൻഷനോ ക്യാൻസലേഷനോ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ ബെനിഫിഷ്യറിയെ ബാധിക്കുമോ, അങ്ങനെയെങ്കിൽ അത് ബാധിക്കാത്ത രീതിയിലാണോ നീ തീരുമാനമെടുക്കുക, എന്ത് ചെയ്യണം നീ, ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്കീമുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത ചോദ്യത്തിൽ നമ്മൾ ഉത്തരത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, യെസ്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളൊരു അതോറിറ്റിയാണ്. അതോറിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും യു ആർ എ ഗവൺമെന്റ് ഓഫീസർ അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് the ultimate responsibility of a government officer is നമ്മൾ ആരാണ്, പബ്ലിക് സർവന്റ് ആണ്. ടു സ്റ്റാൻഡ് ഫോർ ദ പബ്ലിക്. ഓൾവേസ് റിമെമ്പർ പ്രോ പബ്ലിക് ആയിട്ട്, പ്രോ പീപ്പിൾ ആയിട്ട്, പ്രോ പുവർ ആയിട്ട്, പ്രോ ഗവൺമെന്റ് ആയിട്ടായിരിക്കണം നമ്മളുടെ എല്ലാ തീരുമാനങ്ങളും. ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്, നടക്കേണ്ടത്. അപ്പം ശ്രദ്ധിക്കുക, അവിടെ പബ്ലിക് എന്ന് പറയുമ്പം അവരുടെ ജീവൻ, ലൈഫ്, അവരുടെ പ്രോപ്പർട്ടി, അതുപോലെ അവരുടെ ഇമോഷൻസ്, സെന്റിമെന്റ്സ്, ഇതിനെയൊന്നും ബാധിക്കാത്ത രീതിയിൽ എന്തായിരിക്കണം നീ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിക്കേണ്ടി വരും. പക്ഷേ റൂൾസിനെ, ഒരാളുടെ സെന്റിമെന്റിനെ വയലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് റൂളിനെ വയലേറ്റ് ചെയ്യാനും പറ്റത്തില്ല. ബിക്കോസ് യു ആർ എ ഗവൺമെന്റ് സർവന്റ്, അതോറിറ്റിയാണ്. ഓക്കെ,
ചിലതിന് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എടുത്ത്, അതായത് ടൈം ബൗണ്ട് ആയിട്ട് തീർക്കേണ്ട ഒരു പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ ടൈം ബൗണ്ട് ആയിട്ട് എന്താ പറയുക ഒരു ഡിസാസ്റ്റർ വന്നു, പെട്ടെന്നൊരു ഡിസാസ്റ്റർ വന്നു, അപ്പോൾ ഇമീഡിയറ്റ്ലി നീ ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ അത് എന്തെങ്കിലും ഒരു തീരുമാനം വൈകിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിഷ്യറീസിനെ ബാധിക്കും, അല്ലെങ്കിൽ എൻറ്റയർ ഗവൺമെന്റ് സിസ്റ്റത്തിനെ അത് ബാധിക്കും. അപ്പോൾ നിന്റെ ഡിസിഷൻ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കണം. അത് ക്വസ്റ്റ്യനിൽ എടുത്ത് പറയും. ആ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സം ഇമീഡിയറ്റ് റെസ്പോൺസ് ആണ് വേണ്ടതെങ്കിൽ യു ഹാവ് ടു ടേക്ക് കെയർ. അപ്പോൾ ഇതിന്റെ ആൻസറിലോട്ട് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്, പബ്ലിക്കിനായിരിക്കണം ഇവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. 2, പേഴ്സണൽ ഇമോഷൻ, അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണൽ ഇമോഷൻ അവിടെ 0 ആയിരിക്കണം. നിങ്ങളെന്ന് പറയുന്ന പബ്ലിക് ഒഫീഷ്യലിന്റെ അല്ലെങ്കിൽ അതോറിറ്റിയുടെ ഇമോഷൻ അത് ഓൾറെഡി ഞാൻ പറഞ്ഞു പ്രോ പബ്ലിക് ആയിരിക്കണം. അതിനായിരിക്കണം അവിടെ പ്രയോറിറ്റി. ആൻഡ് റൂൾസ് 100% അവിടെ നിയമം പാലിക്കപ്പെടണം. റൂൾസ് വയലേറ്റ് ചെയ്യാൻ പാടില്ല. അടുത്തത് എമർജൻസി ഓഫ് ദ ആക്ഷൻ ഓർ റെസ്പോൺസ്, അതിനനുസരിച്ചിട്ടായിരിക്കണം. ഡിലേ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ബാധിക്കുമെങ്കിൽ ആ തീരുമാനം ചിലപ്പോൾ തെറ്റായി പോയേക്കാം. അതുകൊണ്ട് എത്ര എമർജൻസിയാണ് നീ എടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ളത് നോക്കണം. ആൻഡ് സ്കോപ്പ് ഓഫ് അതോറിറ്റി. ആൻഡ് വൺസ് അഗെയിൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എല്ലാ ആൾക്കാരുടെയും അതോറിറ്റികളുടെയും അവരുടെ അധികാര പരിധി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. നിങ്ങളിപ്പോൾ ഒരു പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് കളക്ടറുടെ അധികാര പരിധി നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അധികാര പരിധിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന തീരുമാനങ്ങൾ മാത്രമേ, എടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ ആ ചോദ്യത്തിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ, 4 ഓപ്ഷൻസിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കേണ്ടി വരും. മക്കളെ, ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറിന് അറിയില്ല. ഐ ആം പ്രിപ്പയറിംഗ് യു ഫോർ ദ വേഴ്സ്റ്റ്. വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉത്തരം കറക്റ്റ് ആവുന്നുള്ളത് എനിക്ക് 100% കോൺഫിഡൻ്റ് ആണ്. ഇനി ഒരു സുപ്പീരിയർ ഒഫീഷ്യലും ഒരു ജൂനിയർ എംപ്ലോയിയുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ ആണ് അവിടെ നടക്കുന്നതെങ്കിൽ അവരുടെ ഇടയിൽ കോൺവെർസേഷനോ ഇഷ്യൂവോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെയാണ് അവിടെ വരുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ആ ഒരു ആൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വളരെ അടുത്തുള്ള ഒരു സുപ്പീരിയർ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജൂനിയർ ആണ്, അയാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഓഫീസിന്റെ റൂൾ വയലേറ്റ് ചെയ്യുമോ? വുഡ് യു ബ്രേക്ക് ദ റൂൾ? അതാണ് എപ്പോഴും ആലോചിക്കേണ്ടത്. അടുത്തത്, വുഡ് യു പ്രയോറിറ്റൈസ് ഹിം ഓർ ഹർ എബവ് അതേഴ്സ്? ആ ഒരു ഒഫീഷ്യൽ എന്ന് അല്ലെങ്കിൽ സുപ്പീരിയർ എന്ന് പറയുന്ന ആളുടെ മേത്ത് നിന്ന് അയാളുടെ സ്ഥാനം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈസ് എ നോർമൽ ഹ്യൂമൻ ബീങ്, അല്ലെ, സാധാരണക്കാരനായിട്ട് ഒരാൾ. അയാൾക്ക് കൊടുക്കേണ്ട നീതി അല്ലെങ്കിൽ അയാളോട് നിങ്ങൾ എന്തേ ചെയ്യാൻ പാടുള്ളൂ, മറ്റൊരുവനോട് നീ എന്തേ ചെയ്യുള്ളൂ അത് മാത്രമേ അയാളോട് നീ ചെയ്യാനും പാടുള്ളൂ. നീ അയാൾക്ക് വേണ്ടിയിട്ട് ആ ട്രൂത്ത് മറച്ചു വെക്കുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാൾട്സിനെയോ മിസ്ബിഹേവിയറിനെയോ നീ ഹൈഡ് ചെയ്ത് വെക്കുമോ, സുപ്പീരിയർ ആയതുകൊണ്ട് അല്ലെങ്കിൽ നിനക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആളായതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നാണ് നീ അവിടെ നോക്കേണ്ടി വരിക. ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലോട്ട് പോകുമ്പോൾ മക്കളെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ആവശ്യം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ ആൻസറിൽ എപ്പോഴും എന്താണ്, റൂൾ വയലേഷൻ പാടില്ല, ഫേവറേറ്റിസമോ പാർഷ്യാലിറ്റിയോ നീ കാണിക്കാൻ പാടില്ല. പിന്നെയോ ഓഫീസിന്റെ ഒരു ഡെക്കോറം ഉണ്ടല്ലോ, ആ ഓഫീസിൽ പാലിക്കപ്പെടേണ്ട ചില രീതികൾ, അതിന്റെ പുറത്തേക്ക് നിന്റെ തീരുമാനങ്ങളോ ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും പോകാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ സുപ്പീരിയർ ആണ്, സുപ്പീരിയർ നിന്നെ പറ്റിയ ഒരു പരാതി അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ടുള്ള നിനക്കൊരു സുപ്പീരിയർ ഉണ്ട്, അയാൾക്ക് മോശപ്പെട്ട അനുഭവം വേറെ എവിടെ നിന്നോ ഉണ്ടായി. അപ്പം നീ എന്താണ്, നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കണം, ഒരിക്കലും അയാളൊരു സുപ്പീരിയർ ആണ് എന്നുള്ളതിന്റെ ബേസിസിലാകാൻ പാടില്ല. ഓക്കെ, നിന്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ നിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ദ ഓഫീസിലുള്ള ഒരാൾ എന്നുള്ള രീതിക്ക് മാത്രമേ നിന്റെ ആ ഒരു തീരുമാനമോ നടപടിയോ അല്ലെങ്കിൽ ശുപാർശയോ കാര്യങ്ങളോ എന്തെങ്കിലും വരാൻ പാടുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത്, ടീം ലീഡറോ പൊളിറ്റിക്കൽ ലീഡറോ അല്ലെങ്കിൽ റിലീജിയസ് ലീഡറോ ഒക്കെ ആണെങ്കിൽ അവിടെ എന്താണ്, എപ്പോൾ ഒരു ടീം ലീഡർ ആണെങ്കിൽ മിക്കവാറും ഒരു കമ്പനിയുടെ ടീം ലീഡർ ആയിരിക്കും. അപ്പോൾ ഒരു ടൈം ബൗണ്ട് പ്രോജക്റ്റ് ഉണ്ടാവും, എംപ്ലോയീസിന്റെ ഇടയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ ആസ് എ ടീം ലീഡർ നീ ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം എന്തായിരിക്കണം എന്നൊക്കെ ആയിരിക്കും അവിടെ ചോദ്യങ്ങൾ വരിക. ഇനി പബ്ലിക്, അപ്പോൾ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റിലീജിയസ് ലീഡർ ഒക്കെ ആണെങ്കിൽ മിക്ക കേസിലും അവിടെ ഒരു ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ഉണ്ടാവും. ആ സെൻസിറ്റീവ് ഇഷ്യൂവിനെ നിങ്ങൾ ആ പൊളിറ്റിക്കൽ ലീഡർ ആസ് എ റിലീജിയസ് ലീഡർ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതായിരിക്കും അവിടെ നമ്മളടുത്ത് ചോദ്യകർത്താവ് ആവശ്യപ്പെടുന്നുണ്ടാവുക. ഇതിപ്പോൾ ഇങ്ങനെയൊന്നും അല്ല സാർ, വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നത് എന്നാണ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ, എടാ പരീക്ഷയ്ക്ക് എളുപ്പമായിട്ടതാ വന്നതെങ്കിൽ CGL അങ്ങനെയാണ് വരുന്നെങ്കിൽ നമ്മളത് ബാധിക്കാനേ പോകുന്നില്ലല്ലോ. എന്താണെങ്കിലും അതിന്റെ ഉത്തരം പറയാനുള്ള നോളജ് നിന്റെ കയ്യിലുണ്ട്. അങ്ങനെ അല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ റെഡി ആവേണ്ട കാര്യമുള്ളൂ. ഐ ആം പ്രിപ്പയറിംഗ് മൈ സ്റ്റുഡൻസ് ഫോർ ദ വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും എൻ്റെ മക്കള് ഉത്തരം പറയണം. ഞാൻ നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് റെഡിയാക്കുന്നത്. നമുക്ക് ഇനി ചോദ്യങ്ങളിലോട്ട് പോകാം. ഓക്കെ, 2012 UPSC പ്രിലിംസിന് ചോദിച്ച ഒരു ഡിസിഷൻ മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണിത്. നമുക്കൊന്ന് അഡ്രസ് ചെയ്ത് നോക്കാം അതിന്.
You are handling a time-bound project. Okay. During a project review meeting, you learn that the project is likely to get delayed due to lack of cooperation from team members. Okay. അതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നിങ്ങളൊരു ടൈം ബൗണ്ട് പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ഇത് ടൈം ബൗണ്ട് പ്രൊജക്റ്റ് എന്നായതുകൊണ്ട് ഞാൻ അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ടൈം ബൗണ്ട് പ്രൊജക്റ്റ് ആയതുകൊണ്ട് അതിനെ ടി എന്ന് അത് അഡ്രസ്സ് ചെയ്യുകയാണേ. ശരി. പ്രോജക്റ്റ് റിവ്യൂ മീറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്, അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. ആരുടെ ഇടയിൽ? ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ ലാക്ക് ഓഫ് കോപ്പറേഷൻ കാരണം അവിടെ ഇടയിൽ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പ്രശ്നം അവിടെ ഉണ്ട് ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ. അതുകൊണ്ട് ഞാനതിന് എന്ത് ചെയ്യാണ്, ഇമോഷണൽ പ്രശ്നം ആയതുകൊണ്ട് അതിനെ ഇ എന്നും അഡ്രസ്സ് ചെയ്യുകയാണ്. അപ്പോൾ ആസ് എ ടീം ലീഡർ നീ ടേക്ക് കെയർ ചെയ്യേണ്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടൈം ബൗണ്ട് ആയിട്ടുള്ള പ്രോജക്റ്റ് ആണെന്നുള്ളതും അവരുടെ ഇടയിൽ ഇമോഷണൽ പ്രശ്നം ഉണ്ടെന്നുള്ളതും 2 കാര്യങ്ങൾ നീ എപ്പോഴും അഡ്രസ്സ് ചെയ്യണം ഉത്തരത്തിൽ തിരയുമ്പോൾ. ഈ 2 കാര്യങ്ങളും വന്നാൽ മാത്രമേ നമ്മളുടെ ഉത്തരം ശരിയാകത്തുള്ളൂ. അപ്പോൾ വാട്ട് വുഡ് യു ഡു എന്നാണ് ചോദിച്ചേക്കണേ. ശരി. വാൺ ദ ടീം മെമ്പേഴ്സ് ഫോർ ദെയർ നോൺ കോപ്പറേഷൻ. നോൺ കോപ്പറേഷൻ കാരണം അവർ ഉണ്ടാക്കിയ പ്രശ്നത്തെ ടീം മെമ്പേഴ്സിനെ വാൺ ചെയ്യാനാണ് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ടൈം ബൗണ്ട് ആയിട്ടുള്ള കാര്യത്തിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ടൈം ബൗണ്ട് ആയിട്ട് പ്രൊജക്റ്റ് തീരുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ടീം മെമ്പേഴ്സിന് ഇമോഷനെ അഡ്രസ്സ് ചെയ്തു, പക്ഷെ കുറച്ച് അഗ്രസീവായിട്ട് അഡ്രസ്സ് ചെയ്തത്. പ്രോപ്പറായിട്ടാണോ അഡ്രസ്സ് ചെയ്തത്? യു ആർ എ ക്രൈസിസ് മാനേജർ. പ്രശ്നം സോൾവ് ചെയ്യേണ്ട ആളാണ്, ശരിയായി സോൾവ് ചെയ്യേണ്ട ആളാണ്. അപ്പോൾ അവിടെ അഡ്രസ്സ് ചെയ്തിട്ടില്ല അത്, അല്ലേ? പ്രോപ്പറായിട്ടുള്ള വേയിൽ അവിടെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. വാൺ ചെയ്തത് കൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരം ആവുന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഇതെൻ്റെ ഉത്തരമാകാനുള്ള സാധ്യതയില്ല എന്ന് ഞാനവിടെ തൽക്കാലം അതിന് എന്ത് ചെയ്യാണ്, അഡ്രസ്സ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുകയാണ്. ബി, ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ റീസൺസ് ഫോർ ദർ നോൺ കോപ്പറേഷൻ. യെസ്, അവിടെയും ടൈം ബൗണ്ട് ആയിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്ഷനാണ് അവിടെ എടുക്കുന്നത്, അല്ലേ? ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ റീസൺസ് ഫോർ ദർ നോൺ കോപ്പറേഷൻ. അപ്പോൾ അതൊരു ശരിയായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് ആസ് എ ടീം ലീഡർ നിങ്ങൾ എടുക്കുന്നത്. മൂന്നാമത്തത് എന്താ, ഞാൻ അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മൂന്നാമത്തത്, ആസ്ക് ഫോർ റീപ്ലേസ്മെന്റ് ഓഫ് ടീം മെമ്പേഴ്സ്. ടീം മെമ്പേഴ്സിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓൾറെഡി ഡിലേ വന്നൊരു സാധനമാണ്. പുതിയൊരു ടീം മെമ്പേഴ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് അവരെ വീണ്ടും പഠിപ്പിച്ച് വീണ്ടും ഈ പ്രോജക്റ്റ് കൊണ്ടുപോകാന്നൊക്കെ പറയുമ്പോൾ വീണ്ടും അവിടെ ടൈമിൽ ഡിലേ വരും. 2, ഇവിടെയുള്ള യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് അഡ്രസ്സ് ചെയ്തിട്ടില്ല. ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഇഷ്യൂ ഓൾറെഡി ആ പ്രൊജക്റ്റിലുള്ളൊരു ഇഷ്യൂ ആണോ എന്നൊന്നും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ മറ്റ് ടീം മെമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ വീണ്ടും അതേ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഇഷ്യൂ റീഒക്കർ ചെയ്യും. അതുകൊണ്ട് ഇവിടെ എന്തില്ല, ആ ഇമോഷണൽ സാധനത്തിനെയും എന്ത് ചെയ്തിട്ടില്ല, അഡ്രസ്സ് ചെയ്തിട്ടില്ല. 2 ഇല്ലാത്തത് കൊണ്ട് ഓപ്ഷൻ സി എന്താണെങ്കിലും എൻ്റെ ആൻസർ അല്ല കേട്ടോ. ശരി, അടുത്തത് റിക്വസ്റ്റ് ആൻഡ് എക്സ്റ്റൻഷൻ സൈറ്റിംഗ് ദ സർക്കംസ്റ്റൻസസ്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് ഒഴിവാക്കാം. ഇവിടെ ഇമോഷണൽ പ്രോബ്ലത്തിന് അഡ്രസ്സ് ചെയ്തിട്ടുമില്ല. 2, ദിസ് വിൽ ഡിലേ ദ പ്രോജക്റ്റ്. ക്ലിയർ? അപ്പോൾ ബി ഓപ്ഷൻ എന്താണ്, മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനം എന്താണ് കണ്ടോ, വാൺ ദ ടീം മെമ്പേഴ്സ് ഫോർ ദ നോൺ കോപ്പറേഷൻ. അത് ശരിയായിട്ടുള്ള നടപടി തന്നെയാണ്. പക്ഷേ അതിനെക്കാട്ട് ബെറ്റർ ആയിട്ടുള്ള ആക്ഷൻ എന്താണ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എന്താണ് യഥാർത്ഥത്തിലുള്ള നോൺ കോപ്പറേഷൻ എന്ന് മനസ്സിലാക്കിയാൽ ആ ഒരു പ്രോബ്ലം അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇടയിലെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ താരതമ്യേന ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ അയാൾക്ക് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കേണ്ടതാണ്. സോ മോസ്റ്റ് പ്രോബബിൾ ഓപ്ഷൻ ഇതിലുള്ളത് ഏതാണ്, ഇത് തന്നെയാണ്. ബാക്കിയുള്ളത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. UPSC തന്നെ 2012 പ്രിലിംസിന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ. ആസ് ഓഫീസ് ഹെഡ്, അപ്പോൾ നീ ഓഫീസ് ഹെഡാണ്, യു ഹാവ് സെറ്റ് റൂൾസ് ഫോർ ഹൗസിംഗ് അലോക്കേഷൻ. മക്കളെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എടുത്ത് പറഞ്ഞു. ഇവിടെ എന്താണ്, ഇവിടെ റൂൾ ഉണ്ട് എന്നുള്ള എടുത്ത് പറഞ്ഞു. അതുകൊണ്ട് ഞാനതിന് ജസ്റ്റ് 6 എന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എവിടെ റൂള് പാലിക്കപ്പെടാതിരിക്കുന്നോ എനിക്ക് ആ ഓപ്ഷൻ എന്ത് ചെയ്യാം, മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ. യുവർ പേഴ്സണൽ സെക്രട്ടറി പ്ലീഡ്സ് ഫോർ പ്രയോറിറ്റി ഹൗസിംഗ് ബിക്കോസ് ഓഫ് എ ഫാമിലി എമർജൻസി. അപ്പോൾ ക്ലിയർ ആയിട്ട് ഇതൊരു ഫേവറേറ്റിസം ആണ് ഇവിടെ നിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ചോദിക്കുന്നത്. അപ്പോൾ ഫേവറേറ്റിസം കാണിക്കുന്ന രീതിയിൽ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ എലിമിനേറ്റ് ചെയ്യാം. ബിക്കോസ് ഒരു ഓഫീസ് ഹെഡ് എന്നുള്ള രീതിക്ക് യു ആർ നോട്ട് സപ്പോസ് ടു ഷോ ഫേവറിറ്റിസം ഓർ പാർഷ്യാലിറ്റി. ആൻഡ് അഗെയിൻ എല്ലാ കാര്യങ്ങളെയും ഒഫീഷ്യലി തന്നെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒഫീഷ്യലി തന്നെ അറിയിക്കുക എന്നൊക്കെയുള്ള ചില ഓഫീസ് ഡെക്കോറംസ് അല്ലെങ്കിൽ സെറ്റ് റൂൾസ് ഓൾറെഡി നീ പാലിക്കേണ്ടതാണ്. ഇനി ബിക്കോസ് ഓഫ് ഫാമിലി എമർജൻസി യെറ്റ് ദ ഇന്റേണൽ റെക്കമെൻഡേഷൻ റിജക്റ്റഡ് ഇറ്റ് ആസ് പെർ ദ റൂൾസ്. ആസ് പെർ ദ റൂൾ പ്രകാരം തന്നെ ഇന്റേണൽ റെക്കമെൻഡേഷൻ എന്ത് ചെയ്തു, ഈ പേഴ്സണൽ സെക്രട്ടറിയുടെ പ്ലീഡിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ വാട്ട് വുഡ് യു ഡു, നിങ്ങൾ ആരാണ്, നിങ്ങൾ ഓഫീസ് ഹെഡാണ്, നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചേക്കണത്. എക്സ്പ്ലെയിൻ പേഴ്സണലി വൈ യു കാണ്ട് അലോട്ട്.
നിങ്ങളെ വീട്ടിലത്തെ ഒരു കാര്യമല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. ഒഫീഷ്യലി ഓഫീസ് ഹെഡിനോട് പേഴ്സണൽ സെക്രട്ടറി പ്ലീഡ് ചെയ്തതാണ് എന്ത്, പ്രയോറിറ്റി ഹൗസിംഗ് തരാമോ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ വിളിച്ചു വരുത്തിയിട്ട് പേഴ്സണലി അല്ല, ഒഫീഷ്യലി തന്നെ എന്താണോ പറയേണ്ടത് അതങ്ങനെ തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. റൂൾ ഇവിടെ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. യു കാണ്ട് അലോട്ട് ആണ്, ഇപ്പൊ റൂൾ വയലേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ പേഴ്സണലി പറഞ്ഞു എന്നുള്ളത് അവിടുത്തെ ഒരു പ്രശ്നമാണ്. അതിനെ നമ്മൾ തൽക്കാലത്തേക്ക് ഞാൻ മാറ്റി വെക്കുകയാണെന്ന് ചെയ്യുന്നില്ല. അലോ ടു വിൻ ലോയൽറ്റി, ഇതെന്റെ ആൻസർ ആവാനുള്ള സാധ്യത കുറവാണ് കേട്ടോ. അലോ ചെയ്യാനാ പറയുന്നത്. അലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഇന്റേണൽ റെക്കമെൻഡേഷൻ റിജക്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ റൂൾ എന്ത് ചെയ്യപ്പെടും? റൂൾ വയലേറ്റ് ചെയ്യപ്പെടും അല്ലെ, പാർഷ്യാലിറ്റി കാണിച്ചതുപോലെ ആവും. അപ്പൊ റൂൾ വയലേറ്റ് ചെയ്യപ്പെട്ടാൽ എന്താവും? ഈ ഉത്തരം എന്താവും? തെറ്റാവും. ഇവിടെ റൂൾ വയലേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല, പാർഷ്യാലിറ്റി കാണിക്കും. അപ്ഹോൾഡ് ദ ഓഫീസ് നോട്ട് ഇംപാർഷ്യലി, അതായത് അപ്ഹോൾഡ് ദ ഓഫീസ്, ഓഫീസിന്റെ തീരുമാനം ഇംപാർഷ്യലി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടേം. ഇംപാർഷ്യലി അതിനെ അപ്ഹോൾഡ് ചെയ്യാനാണ്, അല്ലെങ്കിൽ അതിനെ നടപ്പിലാക്കാനാണ് മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. ഇതിന്റെ ആൻസർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. നാലാമത്തതോ, കീപ് ദ ഫയൽ വിത്ത് യു ആൻഡ് ടേക്ക് നോ ഡിസിഷൻ, അതൊരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ബിഹേവിയർ ആണ്. ആ ഫയൽ എടുത്ത് കൊണ്ടുപോയിട്ട് നടപടിയൊന്നും സ്വീകരിക്കാതെ ഡിസിഷൻ എടുക്കാതെ അവിടെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഓഫീസ് ഹെഡിന് ചേർന്ന ഒരു യോജിച്ച ഒരു പരിപാടിയല്ല. അതുകൊണ്ട് ഇതും എന്തല്ല, റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കത്തില്ല. ക്ലിയർ ആയിട്ട് പറയാം, ഓഫീസ് നോട്ട് ഇംപാർഷ്യലി അപ്ഹോൾഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഈ ഓഫീസ് ഹെഡിന്റെ ഈ ഒരു ചോദ്യത്തിലെ ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യനും ഞാൻ അഗെയിൻ ഒരു UPSC ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ചെറിയ ക്വസ്റ്റ്യൻ ആണ്. എ ജൂനിയർ അത്ലീറ്റ് വൺ എ മെഡൽ ബട്ട് ലേറ്റർ ഫൗണ്ട് ടു ബി 5 days ഓൾഡർ ദാൻ അലൗഡ്. എന്താണ്? ഒരു ജൂനിയർ അത്ലറ്റിന് മെഡൽ കിട്ടി, പക്ഷേ 5 days ഓൾഡർ ആണ്. നമുക്കറിയാലോ, ഒരു ജൂനിയർ കാറ്റഗറി ഉണ്ടാവും, സീനിയർ കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്? 5 days ഓൾഡർ ദാൻ അലൗഡ്. അപ്പൊ ഇവിടെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? ഒരു റൂൾ വയലേഷൻ നടന്നിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ എന്നുള്ളതല്ല, അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും റൂൾ വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അത് റൂൾ വയലേഷൻ തന്നെയാണ്. എപ്പോഴും അങ്ങനെ ഒരു കാര്യം വായിക്കുമ്പോൾ മനസ്സിലേക്ക് വരേണ്ട കാര്യം അതാണ്. വാട്ട് വുഡ് യു ഡു? നീ ആരുമാകാം, ഇവിടെ അത് എടുത്ത് പറഞ്ഞിട്ടില്ല. ആസ്ക് കമ്മിറ്റി ഫോർ ക്ലാരിഫിക്കേഷൻ. കമ്മിറ്റീൻ്റെ അടുത്ത് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത്. 2, ആസ്ക് ദ അത്ലീറ്റ് ടു റിട്ടേൺ ദ മെഡൽ. അയ്യോ, അത് കഷ്ടമാവത്തില്ലേ? വെയിറ്റ്, അങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത്. കാരണം നിങ്ങളൊരു അതോറിറ്റിയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യം അവിടെ ഈ രീതിയിൽ ചോദിച്ചിട്ടുള്ളത്. മൂന്നാമത്തത്, റിക്വസ്റ്റ് എ കോർട്ട് അഫിഡവിറ്റ്. നാലാമത്തെ, സീക്ക് വ്യൂസ് ഓഫ് കമ്മിറ്റി മെമ്പേഴ്സ്. എടാ യെസ്, ഇതിൽ ലോജിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് 5 ദിവസം ഓൾഡർ ദാൻ അലൗഡ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്. സോ ഇഫ് യു ആർ ആൻ അതോറിറ്റി, ആദ്യം ചെയ്യേണ്ടത് എന്താ? കുട്ടി കരയോ, കുട്ടിയുടെ വീട്ടുകാർ കരയോ, കുട്ടിയുടെ കോച്ച് കരയുമോ എന്നുള്ളതല്ല. അവിടെ ഇല്ലീഗലി തന്നെയാണ് എന്ത്, അവിടെ ഒരു മെഡൽ വിൻ ചെയ്തിട്ടുള്ളത്. ആദ്യം എന്താ അപ്പൊ ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്താ? ആ മെഡൽ തിരിച്ചു വാങ്ങുക എന്നുള്ളതാ. ഒളിമ്പിക്സിൽ പോലും മെഡൽ തിരിച്ചു വാങ്ങുന്നു അല്ലേ. അപ്പോൾ ആസ്ക് ദ അത്ലീറ്റ് ടു റിട്ടേൺ ദ മെഡൽ. കമ്മിറ്റീനെ ക്ലാരിഫിക്കേഷൻ വെക്കണം. ഓക്കെ, അതൊക്കെ പിന്നീടുള്ള കാര്യം. ആദ്യം ചെയ്യേണ്ടത് എന്താ? ക്ലിയർ ആയിട്ട് ഇവിടെ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഹീസ് 5 days ഓൾഡർ ദാൻ ദ പ്രിസ്ക്രൈബ്ഡ് ഏജ്. കൃത്യമായിട്ടും ആസ്ക് അത്ലീറ്റ് ടു റിട്ടേൺ ദ മെഡൽ എന്നുള്ളതാണ് ഇതിന്റെ ശരി ഉത്തരമായിട്ട് വരിക. ആൻഡ് ആൻസർ കീ പ്രകാരവും ഇത് തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ ചെയ്യാം, പക്ഷെ ആദ്യം ചെയ്യേണ്ടത് അനർഹമായ മെഡൽ തിരിച്ചു വാങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യത്തിലോട്ട് ഞാൻ പോവാണ്. യെസ്, ഇത്രയും നേരം കുറച്ച് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഞാൻ ഇനി നല്ല ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സമയമെടുത്ത് തന്നെ ഈ ചോദ്യങ്ങൾ വായിക്കുക. കാരണം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും ഉത്തരം കിട്ടണം. Following a 6.9 magnitude earthquake in a hilly district, the state disaster response team is struggling to deliver relief supplies to remote villages. Struggling to deliver relief supplies to remote villages. ഒരു സിറ്റുവേഷൻ ആണ്, എമർജൻസി സിറ്റുവേഷൻ. Many roads have collapsed or are blocked due to landslides. Helicopter access is limited due to poor weather, and there are conflicting reports from local officials about which areas are most affected. ഓക്കെ, എന്ന് വെച്ചാൽ ഏത് ഏരിയകളാണ് അഫക്റ്റഡ് ആയിട്ട് എന്നുള്ളതിനെ പറ്റിയുള്ള കോൺഫ്ലിക്റ്റിംഗ് റിപ്പോർട്ട് ലോക്കൽ ഒഫീഷ്യലിൻ്റെ അടുത്ത്, അതായത് ആണ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. Pressure is mounting from the media and political leaders to demonstrate rapid relief. ഭയങ്കര പ്രഷറാണ് മീഡിയയുടെ ഭാഗത്തുനിന്നും പൊളിറ്റീഷ്യൻസിന്റെ ഭാഗത്തുനിന്നൊക്കെ ഭയങ്കര പ്രഷർ ഉണ്ട്. While rescue teams on the ground are requesting more time.
ആക്യുറേറ്റ് അസസ്മെന്റിന് കൂടുതൽ സമയം വേണമെന്ന് റെസ്ക്യൂ ടീം ചോദിക്കുകയാണ്. മീൻ വൈൽ ദ ലോക്കൽ പോപ്പുലേഷൻ ഈസ് ബിക്കമിങ് അജിറ്റേറ്റഡ്. എടാ ഭയങ്കര ക്രൈസിസ് ആണ്. ഡ്യൂ ടു പെർസീവ്ഡ് നെഗ്ലക്ട്. അവർ അവഗണിക്കപ്പെടുകയാണെന്ന് പറഞ്ഞിട്ട് ലോക്കൽ പോപ്പുലേഷനിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അജിറ്റേറ്റഡ് ആണ്, പ്രശ്നമാണ്. ചോദ്യം എന്താ നമുക്ക് നോക്കാം. ഹൗ ഷുഡ് ദ ഡിസാസ്റ്റർ റെസ്പോൺസ് ഓഫീസർ ഇൻ ചാർജ്, നിങ്ങളാണ് അതെന്നാണ് അസ്യൂം ചെയ്യേണ്ടത്, പ്രൊസീഡ് ടു എൻഷുർ എഫക്റ്റീവ് ഡെലിവറി ഓഫ് റിലീഫ്, മെയിൻറ്റെയിൻ ക്രെഡിബിലിറ്റി ആൻഡ് അവോയ്ഡ് കാവോസ്. അപ്പം ശ്രദ്ധിച്ച് കേട്ടോ, 3 കാര്യങ്ങളാണ്. എഫക്റ്റീവ് ഡെലിവറി, അവിടെ എന്താണ്, ആ കൊടുക്കേണ്ട റിലീഫ് അവിടെ കൊടുക്കണം അല്ലേ, അപ്പൊ റിലീഫ് അവിടെ മീറ്റ് ചെയ്യപ്പെടണം. പ്രോബ്ലം യെസ്. ക്രെഡിബിലിറ്റി, അപ്പൊ കൊണ്ടോ ക്രെഡിബിലിറ്റിയും അവിടെ എന്തായിരിക്കണം, കൃത്യമായിട്ട് ക്രെഡിബിലിറ്റി. അവോയ്ഡ് കാവോസ്, പബ്ലിക് പാനിക് ആവാൻ പാടില്ല. അപ്പൊ ഞാൻ ഇവിടെ എന്താണ്, അവോയ്ഡ് കാവോസ്, പാനിക്നെസ്, പാനിക് ആവാൻ പാടില്ല കേട്ടോ, പാനിക് ആവാൻ പാടില്ല. ഈ 3 കാര്യങ്ങൾ എന്താണ്, ഇതെന്താ, റിലീഫ് പ്രോപ്പറായിട്ട് കിട്ടണം. അടുത്തത് സി എന്ന് പറയുമ്പോൾ ക്രെഡിബിലിറ്റി ഉദ്ദേശിച്ചത്, അവോയ്ഡ് കാവോസ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സി എന്ന് എഴുതാം, സി ഓൾറെഡി എഴുതിയോണ്ട് പാനിക്നെസ് മാത്രം ഓർത്താൽ മതി. ആദ്യത്തെ ഓപ്ഷൻ റിലേ ഓൺ ഏരിയൽ ഫൂട്ടേജ്. ഇനി ആരാണ്, ഡിസാസ്റ്റർ റെസ്പോൺസ് ഓഫീസർ ഇൻ ചാർജ് ആണ്. റിലേ ഓൺ ഏരിയൽ ഫൂട്ടേജ് ആൻഡ് സോഷ്യൽ മീഡിയ റിപ്പോർട്ട്സ് ടു സെൻഡ് സപ്ലൈസ് ക്വിക്ലി ടു ദ ഏരിയാസ് ദാറ്റ് അപ്പിയർ അഫക്റ്റഡ്. സോഷ്യൽ മീഡിയ റിപ്പോർട്ട് പ്രകാരം ഏതൊക്കെ ഏരിയകളാണോ അഫക്റ്റ് ചെയ്യപ്പെട്ടതായിട്ട് കാണപ്പെടുന്നത് അങ്ങോട്ടേക്ക് റിലീഫ് പെട്ടെന്ന് കൊടുക്കാൻ, സപ്ലൈ കൊടുക്കാനാണ് പറയുന്നത്. അതാണോ ചെയ്യേണ്ടത്? അതിൻ്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക്. അപ്പോൾ നമ്മൾ അങ്ങനെ തീരുമാനം എടുക്കാൻ പാടുമോ? വെയിറ്റ്, നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി, ഡിപ്ലോയ് ഡ്രോൺസ് and local volunteers for rapid ground level assessment followed by staggered priority based. അതായത് ഏറ്റവും കൂടുതൽ ബാധിച്ചവരെ ആദ്യം കൺസിഡർ ചെയ്യുന്നതാണ് പ്രയോറിറ്റി ബേസ്ഡ് സപ്ലൈ ഡ്രോപ്സ് എന്ന് പറയുന്നത്. ലോക്കൽ വോളണ്ടിയർ, കാരണം എന്താ, ഒരു സ്ഥലത്ത് ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നാടിനെ പറ്റി, ആ സ്ഥലങ്ങളെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയുക അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ ഒരു നമുക്ക് ഹെലികോപ്റ്റർ ആക്സസ് ഇല്ല, അതുപോലെ പല റോഡുകൾ ഇടിഞ്ഞു കിടക്കുകയാണ്, ഇതൊക്കെ അറിയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരെയാണ് ബാധിച്ചത് എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റും അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള വോളണ്ടിയേഴ്സിന്. അവർക്ക് വേറെ വഴികളും നമ്മൾ ഒരുപാട് റെസ്പോൺസ് ടീമുകളെയും ഒരുപാട് ഡിസാസ്റ്ററൊക്കെ നമ്മൾ കണ്ട നാടാണ്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത് ഒരു ഓഫീസർ ഇൻ ചാർജ് എന്ന നിലയ്ക്ക് ഡ്രോണുകളെ ഡിപ്ലോയ് ചെയ്യുക. എന്തിനാണ്, ഏതൊക്കെയാണ് ബാധിക്കപ്പെട്ട സ്ഥലങ്ങളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഡ്രോണുകളെ ഡിപ്ലോയ് ചെയ്യുക. ഇത്തരം ലോക്കൽ വോളണ്ടിയേഴ്സിനെ റാപ്പിഡ് ഗ്രൗണ്ട് ലെവൽ അസസ്മെന്റിന് വേണ്ടിയിട്ട് വിടാനാണ് ഓപ്ഷൻ ബി പറയുന്നത്. 3, ഇമീഡിയറ്റ്ലി സെൻഡ് അവൈലബിൾ സപ്ലൈസ് ഈക്വലി ടു ഓൾ വില്ലേജസ്. ഒന്നും നോക്കാതെ എല്ലാ വില്ലേജിലോട്ടും ഒരേപോലെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു അസംഷനിൽ എല്ലായിടത്തേക്കും ഒരേപോലെ എന്താ പറയുക, സപ്ലൈകളെ കൊടുക്കാനാണ് പറയുന്നത്. അതൊരു ശരിയായിട്ട് തീരുമാനമല്ല. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താ, അവിടെ എഫക്റ്റീവ് ഡെലിവറി ആണോ അവിടെ നടന്നത്? ഏതാണ്, 6 എന്ന് പറയുന്ന സാധനമില്ലേ, റിലീഫ്, എഫക്റ്റീവ്, ക്രെഡിബിലിറ്റി, അവോയ്ഡ് കാവോസ്. അവിടെ ക്രെഡിബിലിറ്റി, എന്ത് ക്രെഡിബിലിറ്റി ഉള്ളത്? ഒരു ക്രെഡിബിലിറ്റി നമുക്കവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് 6 എഫക്റ്റീവ് ഡെലിവറി ആണോ, 6 അവിടെ നടന്നില്ല. അടുത്തതോ സി, ക്രെഡിബിലിറ്റി. നമ്മൾ ഒരു രീതിയിലുള്ള ഇൻഫർമേഷനും ഇല്ലാതെ ആദ്യം തന്നെ കണ്ണും പൂട്ടി എല്ലായിടത്തേക്കും ഒരേപോലെ വിട്ടു. അവിടെ നിങ്ങളുടെ ക്രെഡിബിലിറ്റിനെ അത് ബാധിക്കും. അതുപോലെ തന്നെ കാവോസ്, ആൾക്കാരുടെ ഇടയിൽ ഞങ്ങൾക്കാണ് കൂടുതൽ ബാധിച്ചത്, അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ കൂടുതൽ സപ്ലൈ വേണം എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് അതും ഒഴിവാക്കാം. വെയിറ്റ് അൺടിൽ ഒഫീഷ്യൽ സർവേസ് ആർ കംപ്ലീറ്റ്, ഓക്കെ, ടു അവോയ്ഡ് റോങ് അലോക്കേഷൻ. എടോ, ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ് അല്ലേ, ആൾക്കാർക്ക് ഭക്ഷണം വെള്ളമില്ല. അതുകൊണ്ട് സർവേ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസർ റെസ്പോൺസിലുള്ള ഓഫീസർ ഇൻ ചാർജിന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇത് രണ്ടും എന്തായാലും അല്ല. പിന്നെ ഇവിടെ നോക്ക്, സോഷ്യൽ മീഡിയ റിപ്പോർട്ടിന്റെ ബേസിസിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പെട്ടെന്ന് സപ്ലൈ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇതെന്താ, ഇതും അല്ല. അപ്പോൾ RCP പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്തത് ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു കാര്യമാണ്. സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തത്. പിന്നെയോ ഡെലിവറിയോ, എഫക്റ്റീവ് ഡെലിവറി, ഓക്കെ, അപ്പിയേഴ്സ് അഫക്റ്റഡ് എന്ന് പറയുമ്പം എഗെയിൻ എഫക്റ്റീവ് ഡെലിവറിയോ, റിലീഫ് എത്തിയിട്ടുണ്ടാവും, പക്ഷേ എഫക്റ്റീവ് ആയിട്ടായിരിക്കില്ല പല സ്ഥലത്തും എത്തിയിട്ടുണ്ടാവുക. അതാണ് ഇതിൻ്റെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇത്രയും സമയമൊക്കെ നമുക്ക് കിട്ടുമോ മക്കളെ? ചോദ്യം ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ്, ഏത് രീതിയിലൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ക്രക്സ് ഒന്ന് പറയാം. ഒരു ഗവൺമെൻറ് ഫണ്ടിൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ ഒരു ഡാറ്റ ബ്രീച്ച് നടന്നിട്ടുണ്ട്, കുറേ പേര് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്, ഡാറ്റയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഇമേജ് ഇടിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹയർ അതോറിറ്റീസിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ പ്രഷർ ഉണ്ട്. എന്നാൽ ഈ പ്രോഗ്രാം മൊത്തത്തിൽ നിർത്തലാക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എക്സാം ടൈം ആയതുകൊണ്ട് ഒരുപാട് വേണ്ടപ്പെട്ട കുട്ടികളെ അത് ബാധിക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. നിങ്ങൾ ആ ചോദ്യം വായിച്ചിട്ടുണ്ട്, പോസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. വാട്ട് ഈസ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു ബാലൻസ് ട്രസ്റ്റ്, നഷ്ടപ്പെട്ട വിശ്വാസത്തെ തിരിച്ചു കൊണ്ടുവരാനും അർജൻസി, അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ അർജന്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് കുട്ടികളിലേക്ക് എത്തിക്കാനും
ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി, നഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ ഇമേജ് വീണ്ടെടുക്കാനും അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടബിലിറ്റി കാണിക്കാനും ഏതായിരിക്കും ഏറ്റവും നല്ല ഒരു നിങ്ങളുടെ തീരുമാനം എന്നാണ് ചോദിച്ചേക്കുന്നത്. യെസ്, അപ്പം ബാലൻസ് ട്രസ്റ്റിനെ ഞാൻ ടി ആയിട്ട് വിളിക്കുകയാണ്, അർജൻസിനെ ഞാൻ യു ആയിട്ട് വിളിക്കുകയാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ടബിലിറ്റിനെ എ ആയിട്ട് വിളിക്കാം. ഇങ്ങനെ എഴുതി നോക്കിയാൽ എളുപ്പമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ. ഇത് 3 മീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് 2 മീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മീറ്റ് ചെയ്യാതെ ഏതും കൂടെ എലിമിനേറ്റ് ചെയ്ത് എങ്ങനെ ഓപ്ഷനിലേക്ക് എത്താൻ നോക്കാം. കണ്ടിന്യൂ ഡിസ്പേഴ്സിംഗ് ഫണ്ട്സ് കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. വൈൽ അഷറിംഗ് പബ്ലിക് ദാറ്റ് ദ ബ്രീച്ച് ഇസ് അണ്ടർ കൺട്രോൾ. ബ്രീച്ച്, ആ വന്ന ഡാറ്റ ബ്രീച്ച് അണ്ടർ കൺട്രോൾ ആണെന്ന് അഷർ ചെയ്തുകൊണ്ട് അതിനെ കണ്ടിന്യൂ ചെയ്യാനാണ് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത്. അത് ശരിയായിട്ടുള്ള തീരുമാനമായിരിക്കുമോ, നമുക്ക് നോക്കാം. രണ്ടാമത്തത് പോസ് ഓൾ ഡിസ്ബേഴ്സ്മെന്റ്സ്, അത് നമുക്ക് ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യാം. കാരണം പോസ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള തീരുമാനം അല്ല എന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടികളെ ബാധിക്കും അല്ലേ. അപ്പൊ ഇവിടെ അർജൻസി എന്ന് പറഞ്ഞ സാധനം മീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ പറയുന്നുണ്ട് അർജൻസിനെ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പോസ് ഓൾ ഡിസ്ബേഴ്സ്മെന്റ്സ് അൺടിൽ എ ഡീറ്റെയിൽഡ് സൈബർ സെക്യൂരിറ്റി, ഒരു സൈബർ സെക്യൂരിറ്റി ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ പോസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാം. മൂന്നാമത്തത് implement a rapid interim verification protocol OTP or offline ID check and resume disbursement with high risk filters. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു റാപ്പിഡ് ഇന്ററിം വെരിഫിക്കേഷൻ പ്രോട്ടോകോൾ, പുതിയ എന്തൊക്കെയോ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡാറ്റ മൊത്തം ഔട്ടായി പോയി, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു OTP വെരിഫിക്കേഷനും ഓഫ്ലൈൻ ID ചെക്കിലൂടെയൊക്കെ ഡിപ്പാർട്ട്മെന്റ് പുതിയ രീതിയിൽ അതിനെ അഡ്രസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടബിലിറ്റി എന്താണ് തിരിച്ചു പിടിക്കാൻ പറ്റും. ആൻഡ് ട്രസ്റ്റ് എന്താണ്, ട്രസ്റ്റും അർജൻസിയും, കാരണം എന്താ റെസ്യൂം ചെയ്യാനാ പറയുന്നത്, നിർത്തിവെച്ച തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നതല്ല റെസ്യൂം ചെയ്യാനാ പറയുന്നത്. അപ്പോൾ അവിടെ ട്രസ്റ്റും ബിൽഡ് ചെയ്യാൻ പറ്റും, അർജൻസിയും നമുക്ക് അവിടെ മീറ്റ് ചെയ്യാൻ പറ്റും, ആൻഡ് ഓൾസോ എന്താണ് അക്കൗണ്ടബിലിറ്റിയും, ഡിപ്പാർട്ട്മെന്റിന്റെ അക്കൗണ്ടബിലിറ്റി മീറ്റ് ചെയ്യാം. അപ്പൊ ഇത് മൂന്നോടെ വരുന്നുണ്ട്. നാലാമത്തെ നോക്കാം, ഷിഫ്റ്റ് ടു മാനുവൽ ഡിസ്പേഴ്സ്മെന്റ് ത്രൂ ലോക്കൽ ബോഡീസ് ഫോർ ദ നെക്സ്റ്റ് 3 months. അപ്പോൾ നിങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിൾ പൊസിഷനിലിരിക്കുന്ന ആളാണ്. ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും നിങ്ങൾ നേരെ അത് അടുത്ത ലോക്കൽ ബോഡിയിലോട്ട് കൊടുത്ത് കൈയൊഴിയുമ്പോൾ അവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അക്കൗണ്ടബിലിറ്റി റീക്ലെയിം ചെയ്യാൻ പറ്റുമോ, പറ്റത്തില്ല. അടുത്ത 3 മാസത്തേക്ക് ലോക്കൽ ബോഡീസ് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, വീണ്ടും ഡിലേ വരികയാണ്, എക്സാം ടൈമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികളെ ഇത് ബാധിക്കാനൊക്കെ പോകുന്ന കാര്യമാണ്. ഇതും എനിക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഇതോ, കണ്ടിന്യൂ ഡിസ്ബേഴ്സിംഗ് ഫണ്ട് വൈൽ അഷറിംഗ് പബ്ലിക് ദാറ്റ് ദ ബ്രീച്ച് ഈസ് അണ്ടർ കൺട്രോൾ എന്ന് പറയുമ്പോൾ അവിടെ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇനി ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് ഡിപ്പാർട്ട്മെന്റിന് അവിടെ ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇറ്റ്സ് അണ്ടർ കൺട്രോൾ, പ്രശ്നമൊന്നുമില്ല, ഞങ്ങളുടെ കൺട്രോളിലാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവിടെ ആ ഡാറ്റ ബ്രീച്ച് പൂർണ്ണമായിട്ടും ആ അക്കൗണ്ടബിലിറ്റിയോ ട്രസ്റ്റോ ഒന്നും തിരിച്ചു വരണം എന്ന് നിർബന്ധമില്ല. ആകെ അവിടെ കണ്ടിന്യൂ ദ ഡിസ്പേഴ്സിംഗ് ഫണ്ട് എന്ന് പറയുന്നത് അർജൻസി മാത്രമാണ് അവിടെ മീറ്റ് ചെയ്യുന്നത്, മറ്റേത് രണ്ടും അവിടെ മീറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഇതും എൻ്റെ ഉത്തരമാകുന്നില്ല. ഈ രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ എത്ര ലെങ്തി ആയിട്ടുള്ള പാസേജും ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് മക്കളെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് നമുക്ക് ആ സൊല്യൂഷനിലോട്ട് പോവാം. ഞാൻ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല. അതിൻ്റെ ക്രക്സ് ഇത്രയാണ്. ഒരു സ്റ്റേറ്റ് മെട്രോ റെയിൽ കോർപ്പറേഷൻ ലാൻഡ് അക്വയർ ചെയ്യാണ്. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യമാണ്, വലിയ പ്രൊജക്റ്റ് ആണ്. അതിലൂടെ അവിടെ ഒരു വലിയ ട്രാഫിക് കൺജഷൻ, ഒരു ഡെൻസ്ലി പോപ്പുലേറ്റഡ് സിറ്റിൻ്റെത് മാറും. കൊച്ചിയിലൊക്കെ കാര്യം നമുക്ക് അറിയാലോ. പക്ഷേ ഒരു നെയ്ബർഹുഡ്, ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ആൾക്കാർ അതിനെ എതിർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ ഒരു ഗവൺമെന്റ് സ്കൂൾ ഉണ്ട്, ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, ഒരു ഹെറിറ്റേജ് ടെമ്പിളും ഉണ്ട്. ഈ 3 കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇനി പറയുന്നത് റെസിഡൻസ് പ്രൊജക്റ്റിനെ എതിർക്കുന്നുണ്ട്. ഇതൊരു ടൈം സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. ഇന്റർനാഷണൽ ലോണും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുള്ളതാണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസും ഡെഡ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു പ്രോജക്റ്റിൽ ഡിലേ വന്നു കഴിഞ്ഞാൽ അത് പ്രോജക്റ്റിന്റെ കോസ്റ്റിനെ അത് വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല, അതെന്താണ്, പെനാൽറ്റീസ് വരെ ആ ലോൺ എടുത്തതിന്റെ ഭാഗമായിട്ട് ഈ ഒരു മെട്രോ റെയിൽ കോർപ്പറേഷന് വരും. അർബൻ പ്ലാനേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, 150 കോടിയുടെ ഒരു ആൾട്ടർനേറ്റ് റൂട്ട് കൂടി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു 8 മാസത്തെ ഡിലേ കൂടി അവിടെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം, ഈ ഒരു ഗിവൺ കണ്ടീഷൻസിന്റെ ബേസിസിൽ നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. യു ആർ ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫോർ അർബൻ ഡെവലപ്മെന്റ്. വലിയ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്ന ആളാണ്. അർബൻ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. എങ്ങനെയാണ് ഈ ഹൈ സ്റ്റേക്ക് സിറ്റുവേഷനെ, സെൻസിറ്റീവ് ആയിട്ട് സിറ്റുവേഷനെ നിങ്ങൾ എങ്ങനെ അഡ്രസ് ചെയ്യും? ആദ്യത്തെ ഓപ്ഷൻ, proceed with current plan but ensure generous compensation and relocation packages. അതായത് ഈ ചെറിയ അവിടെ ആ ഏരിയയിലുള്ള ആൾക്കാരുണ്ടല്ലോ, ആ ഒരു വൺ നെയ്ബർഹുഡ് എന്ന് പറയുന്നില്ലേ, അവരെ പ്രോപ്പർ ആയിട്ടുള്ള ജനറസ് ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കുകയും റീലൊക്കേഷൻ പാക്കേജുകൾ അവർക്ക് കൊടുക്കാനുമാണ് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത്. രണ്ടാമത്തത്, അപ്രൂവ് ദ ആൾട്ടർനേറ്റ് റൂട്ട് ടു പ്രിസർവ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റെഡ്യൂസ് ലോങ് ടേം പബ്ലിക് ഓപ്പോസിഷൻ. യെസ്. മൂന്നാമത്തത്, ഡിലേ ദ പ്രോജക്റ്റ് ടു എക്സ്പ്ലോർ മോർ. അപ്പൊ ഡിലേ എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ വന്നു. നമുക്ക് എന്താണ്,
ഇന്റർനാഷണൽ ലോൺ എടുത്തിട്ടുള്ളതാണ്, കോടിക്കണക്കിന് ലോൺ ഉണ്ട്, ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പെനാൽറ്റി വരും എന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോജക്റ്റിന് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഡിലേ ചെയ്യിക്കുക എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഒരു തീരുമാനം എന്തായാലും ആകില്ല നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഇത് എന്തായാലും എൻ്റെ ആൻസർ അല്ല. ഡി, റിക്വസ്റ്റ് എമർജൻസി അക്വിസിഷൻ അണ്ടർ പബ്ലിക് യൂട്ടിലിറ്റി ക്ലോസ്. അതായത് ഒരു ക്ലോസ് ഒക്കെ വെച്ചിട്ട് ഇതാണ് നിയമം, അവരെ അങ്ങ് ക്ലിയർ ചെയ്യണം, സൈറ്റ് ക്ലിയർ ദ സൈറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. റിലീജിയസ്ലി സെന്റിമെന്റ് ആയിട്ടുള്ള പബ്ലിക്കിന്റെ ഔട്ട്റേജ് ഓൾറെഡി ഉള്ള സ്ഥലത്ത് ക്ലിയർ ദ സൈറ്റ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രീം ആയിട്ടുള്ള തീരുമാനം, അവരെ അങ്ങ് പോലീസ് ഫോഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവരെ ക്ലിയർ ചെയ്യുക, എമർജൻസി അക്വിസിഷനൊക്കെ അങ്ങനെ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് അവരെ അവിടെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ ഓപ്ഷൻ പറയുന്നത്. അപ്പോൾ അതും വളരെ എക്സ്ട്രീം ആയിട്ടുള്ള തീരുമാനമാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി അർബൻ ഡെവലപ്മെന്റ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അല്ലേ. ബിക്കോസ് ഞാൻ പറഞ്ഞു പ്രോ പീപ്പിൾ, പ്രോ ഗവൺമെന്റ്, പ്രോ പബ്ലിക് ആയിട്ട് നിൽക്കുന്ന ആളായിരിക്കണം ഒരു ഗവൺമെന്റ് സർവന്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, പബ്ലിക് സർവന്റ് ആണ്. ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ആദ്യത്തേതും രണ്ടാമത്തതും അതാണ് നമ്മൾ കൺഫ്യൂഷൻ ആയി പോകുക. എന്ത് പ്രൊസീഡ് വിത്ത് കറന്റ് പ്ലാൻ. ഇപ്പോഴത്തെ പ്ലാൻ എന്താ? ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ, ഇപ്പോഴത്തെ പ്ലാൻ എന്താ? ഇവരെ എന്താണെങ്കിലും മാറ്റണം എന്നതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓൾട്ടർനേറ്റ് പ്ലാനാണ് 150 കോടിയുടെ പറയുന്നത് അല്ലേ. ഇവരെ മാറ്റുമ്പോൾ അവർക്ക് ജനറസ് ആയിട്ടുള്ള കോമ്പൻസേഷനും റീലൊക്കേഷനും. യഥാർത്ഥത്തിലുള്ള ഇഷ്യൂ ഇവിടെ എന്താ? ഇവിടെ ഒരു സ്കൂളുണ്ട്, ഇവിടെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, റിലീജിയസ് ടെമ്പിൾ ഉണ്ട് അല്ലേ. ശരി, ഈ ആൾക്കാർക്ക് ഈ ഒരു ഏരിയയിലുള്ള ഒരു മൈനോറിറ്റി ആണല്ലോ അവർ. ആൻഡ് ദിസ് പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് എ മെജോറിറ്റി അല്ലേ. ആ ഒരു വലിയ സിറ്റിയുടെ ട്രാഫിക് കൺജഷനെയാണ് ഈ ഒരു മെട്രോ റെയിൽ പ്രോജക്റ്റ് എന്താക്കാൻ പോകുന്നത്? ഇല്ലാതാക്കുന്നത്. സോ ദിസ് ഇസ് എ വെരി ബിഗ് പ്രോജക്റ്റ്. ഓക്കെ, അവിടുത്തെ കുറച്ച് ആൾക്കാർക്ക് ഇതിൽ എന്താണ് അവരുടെ ബുദ്ധിമുട്ട്? ഒരു ഗവൺമെന്റ് സ്കൂളാണ്, അപ്പോൾ അതിൻ്റെ കുറേ ബെനിഫിഷ്യറീസ് ഉണ്ട്. ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, അതിൻ്റെ കുറേ ബെനിഫിഷ്യറീസ് ഉണ്ട്. ആൻഡ് ഒബ്വിയസ്ലി അവിടെ ഒരു റിലീജിയസ്, അവിടെ ഒരു അമ്പലവും ടെമ്പിളും ഉണ്ട്. ശരി, ഈ 3 ആൾക്കാരെ നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്ത് നോക്കാം. ജനറസ് ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. ബിക്കോസ് റീലൊക്കേഷൻ പാക്കേജുകൾ പറയുന്നുണ്ട്. ഗവൺമെന്റ് സ്കൂളാണ്, സ്വാഭാവികമായിട്ട് ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് ഒരു ഗവൺമെന്റ് സ്കൂള് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇതേ ഗവൺമെന്റ് സ്കൂളിൽ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബെനിഫിഷ്യറികൾക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓൾഡ് ഏജ് ഹോമും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് മാറ്റിയാൽ എന്ത് സംഭവിക്കും? നമുക്കവിടെ ഈ വരുന്ന ബെനിഫിഷ്യറീസിന് ആ ഓൾഡ് ഏജ് ഹോം ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. രണ്ടും റീലൊക്കേഷൻ പാക്കേജ് എന്നും അങ്ങനെ മാറ്റപ്പെടുന്നവർക്ക് ജനറസ് ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കാമെന്നും ആദ്യത്തെ ഓപ്ഷനിൽ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തത് എന്താണ്? ഒരു ഹെറിറ്റേജ് ടെമ്പിൾ ഉണ്ട്, അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ വലിപ്പമോ കാര്യങ്ങളോ ഒന്നുമല്ല, അവിടെ ഒരു അമ്പലമുണ്ട്. പക്ഷെ ആ അമ്പലത്തിന് ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരാണ് എന്ത്? ഇവിടെയുള്ള ഈ എന്താ പറയുന്നത്, വൺ നെയ്ബർഹുഡ് സ്കെഡ്യൂൾ ഫോർ ഡിമോളിഷൻ. ആ ഒരു നെയ്ബർഹുഡിലുള്ള ആൾക്കാരാണ് ആ അമ്പലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അവരുടെ ഇമോഷനാണ് ആ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പബ്ലിക്കിന്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു വൈഡർ ആംഗിളിൽ അല്ലെങ്കിൽ ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇമോഷനെ നമ്മൾ ഹേർട്ട് ചെയ്യുന്നൊന്നുമില്ല. ആ അമ്പലം അവരുടേതായിട്ടുള്ള ചിട്ടകളും ആചാരപ്രകാരം തന്നെ ഒന്ന് മാറ്റി റീപ്ലേസ് ചെയ്തിട്ട് റീലൊക്കേറ്റ് ചെയ്തിട്ട് അതിനെ പ്രതിഷ്ഠിക്കുന്നു അല്ലെങ്കിൽ അതിനെ മാറ്റി വെക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇവിടെ പറയുന്നത് പോലെയുള്ള നോക്കൂ, ആൾട്ടർനേറ്റ് റൂട്ട് എന്താ പറയുന്നത്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾട്ടർനേറ്റ് റൂട്ട് എടുക്കുമ്പോൾ ഉള്ള പ്രോബ്ലം ഓൾറെഡി കോടിക്കണക്കിന് രൂപയുടെ ലോണാണിത്. എക്സ്ട്രാ ഒരു 150 കോടി ഓൾറെഡി കടമെടുത്തിട്ട് നടത്തുന്ന ഒരു പരിപാടി. 150 കോടി അഡീഷണലി വരുമെന്ന് മാത്രമല്ല 8 മാസം വീണ്ടും അതിലൊരു ഡിലേയും വരും. അപ്പൊ നിങ്ങൾ പറയൂ, അതുകൊണ്ട് കുറേയും കൂടി ഫേവറബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എ ആയിരിക്കുമോ ബി ആയിരിക്കുമോ? ഐ സജസ്റ്റ് യു ടു ഗിവ് യുവർ സജഷൻ. ഐ വുഡ് ഗോ വിത്ത് എ. എനിക്ക് കൂടുതൽ ശരിയായിട്ട് തോന്നുന്നത് എ ആണ്. കാരണം കറന്റ് പ്ലാൻ എന്ന് പറയുമ്പം എഗെയിൻ ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം തന്നെയാണ് അത്തരത്തിലൊരു പ്ലാനും അവിടെ സമർപ്പിച്ചിട്ടുള്ളത് അല്ലേ. അല്ലാതെ ആരെങ്കിലും പറഞ്ഞൊരു പ്ലാൻ അല്ല. പ്രോപ്പറായിട്ടുള്ള സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള എൻ്റെ മുമ്പിലുള്ള പ്ലാൻ തന്നെയാണത് അല്ലേ. അപ്പോൾ അതിൻ്റെ പിന്നിൽ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എ വെരി ഗുഡ് പ്ലാൻ. ഒരു ഓൾട്ടർനേറ്റ് പ്ലാൻ കൂടി ഉണ്ടെന്നേ ഉള്ളൂ. ബട്ട് that would make an burden of extra 150 crore which cannot be it's not possible. 8 മാസം ഡിലേ വരുമ്പം ഓൾറെഡി എടുത്ത ലോണിന്റെ പലിശയും കാര്യങ്ങളൊക്കെ കയറി വരും. അപ്പോൾ ഞാൻ ആൻസറബിൾ ആവും. അപ്പോൾ ഇതിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ശരി ഓപ്ഷൻ എ ആണ്. നിങ്ങൾക്ക് മറിച്ച് വേറെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ആൻസർ ഉണ്ടെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു കമന്റ് ആൻഡ് വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. ഓക്കെ, ഐ ആം മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൈ ഡിയർ. പോസ് ദ വീഡിയോ, read the question and try to solve the question based on that.
നിങ്ങൾ വായിച്ചു എന്ന് വിചാരിക്കുന്നു. ചോദ്യം ഇതാണ്, ഒരു ഇൻഡിപെൻഡന്റ് ഓഡിറ്റിൽ എന്താണ് ഒരു അംഗനവാടിയിൽ അല്ലെ എന്താണ് ഒരു പ്രഗ്നന്റ് വിമനും ചിൽഡ്രനും വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ന്യൂട്രീഷൻ സ്കീം ഉണ്ട്. അഗെയിൻ ഒരു സ്കീമാണ് അല്ലെ, ഒരു സ്കീമാണ്. ഈ സ്കീമിൽ കുറെ അംഗനവാടികളിൽ എന്താണ് റിപ്പോർട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്പയർഡ് സപ്ലിമെന്റ്. ഓക്കെ, വൈൽ അതേഴ്സ് റിപ്പോർട്ട് ഗോസ്റ്റ് ബെനിഫിഷ്യറീസ്. ചിലയിടത്ത് ബെനിഫിഷ്യറീസ് അല്ലാത്ത ആൾക്കാർക്ക് ഇത് കിട്ടിയിട്ടുണ്ടെന്നും ചിലയിടത്ത് എക്സ്പയർഡ് ആയിട്ടുള്ള സപ്ലിമെന്റുകൾ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ എന്താണ് കുറെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഭയങ്കര രീതിയിൽ പബ്ലിക് അതിന് ഇത് ഔട്ട്റേജ് നടക്കുന്നുണ്ട്. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടറാണ്, വലിയ പൊസിഷനാണ്. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ടറാണ്. നിങ്ങളാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾ. നിങ്ങൾക്കറിയാം ഇതിൽ ഒരുപാട് അംഗനവാടികൾ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ചില ഇത്തരത്തിലുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള അവർ കാരണം മൊത്തം പ്രോഗ്രാമിനെയും സ്കീമിനെയും ബാധിക്കുകയാണ്. സ്റ്റോപ്പിംഗ് ദ പ്രോഗ്രാം അബ്രപ്റ്റ്ലി എന്ന് വെച്ചാൽ ഇമീഡിയറ്റ് ആയിട്ട് ആ പ്രോഗ്രാമിനെ നിർത്തലാക്കുകയാണെങ്കിൽ അത് വൾനറബിൾ ഗ്രൂപ്പ്, എസ്പെഷ്യലി ട്രൈബൽ ബെൽറ്റിലൊക്കെയുള്ള വൾനറബിൾ ഗ്രൂപ്പിനെ ആ ഒരു പ്രോഗ്രാം നിർത്തലാക്കി കഴിഞ്ഞാൽ ബാധിക്കുമെന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതല്ലേ ഇതിന്റെ ക്രക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു സ്കീം പറയുമ്പോൾ അത് ആരെങ്കിലും ബാധിക്കുമോ നിർത്തലാക്കിയാൽ? പറയുന്നുണ്ട്, ആ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അല്ലേ. യെസ്, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആ ചോദ്യം. നിങ്ങൾ ഡയറക്ടറാണ് അല്ലേ. വാട്ട് ഷുഡ് ബി യുവർ ഇമീഡിയറ്റ് റെസ്പോൺസ്? കണ്ടോ, യുവർ ഇമീഡിയറ്റ് റെസ്പോൺസ്. സൊല്യൂഷൻ എന്താണെന്നല്ല, ഈ ഒരു ക്രെഡിബിലിറ്റി, നഷ്ടപ്പെട്ട ക്രെഡിബിലിറ്റി. എന്താണ് പരാതി? അംഗനവാടികൾ ഇവിടെ കുറെ കറപ്റ്റഡ് ആയിട്ട് കുറെ പരിപാടികൾ ചെയ്യുന്നത്. ആ പരാതി ഇമീഡിയറ്റ് ആയിട്ട് നീ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ക്രെഡിബിലിറ്റി എൻഷുർ ചെയ്യണം അല്ലേ. സർവീസിനെ ഡിസ്റപ്റ്റ് ചെയ്യാനും പാടില്ല. എൻഷുറിങ് സർവീസിനെ ഡിസ്റപ്റ്റ് ചെയ്യാനും പാടില്ല, നിർത്തലാക്കാനും പാടില്ല ആ സ്കീം. ആദ്യത്തേത് സസ്പെൻഡ് ദ എൻറ്റയർ സ്കീം. അത് ആദ്യം തന്നെ സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഓൾറെഡി ചിന്തിക്കുക പോലും വേണ്ട. സസ്പെൻഡ് ദ എൻറ്റയർ സ്കീം, ദാറ്റ്സ് ആൻ എക്സ്ട്രീം ഡിസിഷൻ വിച്ച് യു ആർ നോട്ട് സപ്പോസ് ടു. കണ്ട് ഇവിടെ പറയുന്നുണ്ട് സർവീസസ് ആർ നോട്ട് ഡിസ്റപ്റ്റഡ്, എൻഷുർ ചെയ്യണം. അതുകൊണ്ട് അത് നോക്കി നിൽക്കേണ്ട, ഓപ്ഷൻ പോയി. Launch a digital grievance platform and initiate random inspections, replacing the most affected centers with NGOs. Okay. മൂന്നാമത്തെ, deny allegations and defend the scheme. മീഡിയന്റെ മുമ്പിൽ വന്നിട്ട് പറയുക ഈ അലിഗേഷനൊക്കെ തെറ്റാണ്, ഉത്തരവാദിത്തപ്പെട്ട പൊസിഷൻ. നിങ്ങൾ രാഹുലോ ഗോകുലോ ഗോപികയോ ഒന്നും അല്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾ ചൈൽഡ് ആൻഡ് വിമൻ ഡെവലപ്മെന്റ് ഡയറക്ടറാണ്. നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ട് മീഡിയന് മുന്നിൽ ഞാൻ സമ്മതിക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. യു ഒക്യുപ്പൈ റെസ്പോൺസ്. ഡിനൈ അലിഗേഷൻ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഫയർ എ ഫ്യൂ വർക്കേഴ്സ്. എടാ ഇത് ഭയങ്കര എളുപ്പമായി പോയല്ലോ. ഫയർ എ ഫ്യൂ വർക്കേഴ്സ് ക്വിക്ലി ടു ഷോ ആക്ഷൻ. കുറച്ച് പേരെ അങ്ങ് പിരിച്ചങ്ങ് വിടുക. എന്തിനാണ്? ഞാൻ നടപടി സ്വീകരിച്ചു എന്ന് അറിയിക്കാനായിട്ട്. ബി ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം, ഇമീഡിയറ്റ് റെസ്പോൺസ്, ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ, ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇമീഡിയറ്റ് റെസ്പോൺസും സർവീസ് ഡിസ്റപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടോ? ലോഞ്ച് എ ഡിജിറ്റൽ ഗ്രീവൻസ് പ്ലാറ്റ്ഫോം ആൻഡ് ഇനീഷ്യേറ്റ് റാൻഡം ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ ക്രെഡിബിലിറ്റി തിരിച്ചു പിടിക്കാനുള്ള നടപടി അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെയോ റീപ്ലേസിംഗ് ദ മോസ്റ്റ് അഫക്റ്റഡ് വിത്ത് NGO. അതായത് അവിടെ സർവീസുകൾ എന്തായിട്ടില്ല, സർവീസുകൾ ഡിസ്റപ്റ്റഡ് ആയിട്ടുമില്ല, ക്രെഡിബിലിറ്റിയെ തിരിച്ചു പിടിച്ചിട്ടുമുണ്ട്. അത് രണ്ടും അവർ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളും ഓപ്ഷൻ ബി മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓപ്ഷൻ ബി തന്നെയാണ് നമ്മളുടെ ഈ ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ. ഐ ഹോപ്പ് ദാറ്റ് ഈസ് വെരി മച്ച് ക്ലിയർ. മക്കളെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവുകയാണ്. വീഡിയോ പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് ഓപ്ഷനിലോട്ട് പോവുക കേട്ടോ. ഐ ഹോപ്പ് യു ഹാവ് റെഡ് ദ ക്വസ്റ്റ്യൻ. എടാ, ഒരു COVID-19 വാക്സിനേഷൻ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഡെൻസ്ലി പോപ്പുലേറ്റഡ് അർബൻ സ്ലമ്മിൽ ഒരു പ്രശ്നം, അവിടുത്തെ റിലീജിയസ് മൈനോറിറ്റി, അവർ പ്രിഡോമിനൻ്റ്ലി റിലീജിയസ് മൈനോറിറ്റിയാണ്. അവരുടെ ഇടയിൽ ഒരു പ്രശ്നം നടന്നു. എന്താണ് ആ പ്രശ്നം? അവരുടെ ഇടയിൽ ഒരുപാട് മിസ്ഇൻഫർമേഷൻ, ലോക്കൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അവരുടെ ഇടയിൽ മിസ്ഇൻഫർമേഷൻ വിട്ടിട്ട് അതിൻ്റെ സൈഡ് എഫക്ട്സും ഹിഡൻ അജണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഈ COVID-19 വാക്സിനേഷൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അവരെ വെർബലി അബ്യൂസ് ചെയ്യുകയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണെങ്കിൽ വാക്സിൻ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണം നാഷണൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ശരിക്കും ഒരു പ്രശ്നമാണ്. നമ്മളിവിടെ COVID-19 വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ നടന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചോദ്യം ഇതാണ്, മുനിസിപ്പൽ ഹെൽത്ത് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ്. ആദ്യത്തേത് പറയുന്നത്, പ്രോമിനന്റ് ലോക്കൽ റിലീജിയസ് ലീഡേഴ്സ് ടു പ്രൊമോട്ട് vaccination during congregation
ആൻഡ് സർക്കുലേറ്റ് എഡ്യൂക്കേഷണൽ വീഡിയോസ് വയ വാട്സപ്പ്. അപ്പോൾ ലോക്കൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇവരെ മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേൽ പറയുന്നത് എഡ്യൂക്കേഷണൽ വീഡിയോസ് ആരെ കൊണ്ട് എടുപ്പിക്കാനാണ് പറയുന്നത്, റിലീജിയസ് ലീഡേഴ്സിനെ കൊണ്ട് എടുത്തിട്ട് വാക്സിനേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരിടയിൽ ആ വീഡിയോകളെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനാണ് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഇവിടെ പറയുന്നത്, ദോ ഇറ്റ് റിസ്ക് ബാക്ക്ലാഷ് ഇഫ് നോട്ട് ഓൾ ലീഡേഴ്സ് എഗ്രി, എല്ലാ ലീഡേഴ്സും എഗ്രി ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ബാക്ക്ലാഷ് അല്ലെങ്കിൽ ഒരു തിരിച്ചടി അവിടെ സംഭവിച്ചേക്കാം, അതിനൊരു സാധ്യത ഉണ്ട് എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത്. രണ്ടാമത്തത്, ഡിപ്ലോയ് മൊബൈൽ ക്ലിനിക്സ് വിത്ത് പോലീസ് എസ്കോർട്ട്, അതായത് ഒരു നിർബന്ധിതമായിട്ടുള്ള വാക്സിനേഷൻ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻസെന്റിവൈസ് വാക്സിനേഷൻ വിത്ത് റേഷൻ കിറ്റ്സ് ആൻഡ് ക്യാഷ് വൗച്ചേഴ്സ് ഈവൻ ഇഫ് ഇറ്റ് റേസസ് കൺസേൺസ് അബൌട്ട് കോഴ്സൺ ഓർ ഡിസ്ക്രിമിനേഷൻ. എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അത് ഒരു ബ്ലോക്ക് അല്ലെ, ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ആ ഒരു റിലീജിയസ് മൈനോറിറ്റി ഇൻഹാബിറ്റ് ചെയ്യുന്ന ഏരിയയുടെ പ്രശ്നമാണ്, അവരതിന് സമ്മതിക്കുന്നില്ല. അപ്പോഴത്തേക്കും ഹെൽത്ത് ഓഫീസർ ആയിട്ടുള്ള നീ എന്ത് പറയാണ്, അവർക്ക് ക്യാഷ് കൊടുക്കാം, അവർക്ക് റേഷൻ കിറ്റ് കൊടുക്കാം എന്നൊക്കെ പറയുമ്പം ഇതിന് സമ്മതിച്ച കാറ്റഗറി ഇല്ലേ, മെജോറിറ്റി ആൾക്കാർ, അവരാരായി പോയി. അപ്പൊ ഇത്തരത്തിൽ ആ ഒരു മൈനോറിറ്റിക്ക് വേണ്ടി മാത്രം ഈ ഒരു വാക്സിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പൈസ കൊടുക്കാം, റേഷൻ കിറ്റ് കൊടുക്കാം, അവർക്ക് ഭക്ഷണം കൊടുക്കാം, പോലീസ് എസ്കോർട്ടിനെ നിർത്തിക്കൊണ്ട് നിർബന്ധിച്ച് വാക്സിനേറ്റ് ചെയ്യിക്കാം എന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള ഒരു തീരുമാനം ആകില്ല. അത് നമുക്ക് അതുകൊണ്ട് എലിമിനേറ്റ് ചെയ്യാം. കണ്ടക്ട് ക്വയറ്റ് ഹൗസ് ടു ഹൗസ് വിസിറ്റ് യൂസിങ് ട്രസ്റ്റഡ് ആശാ വർക്കേഴ്സ്, വളരെ നല്ലത്. ഫോക്കസിങ് ഓൺ ഡയലോഗ് റാദർ ദാൻ പെർsuasion. ഓക്കെ, വൈൽ പോസിംഗ് പബ്ലിക് ക്യാമ്പയിൻ ഈവൻ ദോ ദിസ് വിൽ സ്ലോ യുവർ വാക്സിനേഷൻ റേറ്റ്, ഇത് നിങ്ങളുടെ വാക്സിനേഷൻ റേറ്റിനെ സ്ലോ ഡൗൺ ചെയ്യും എന്നാണ് പറയുന്നത്. ഓരോ വീടുകളിലും കയറി ഇറങ്ങി ആശാ വർക്കേഴ്സിനെ വിട്ടിട്ട് ഇങ്ങനെ വാക്സിനേഷൻ്റെ നല്ല കാര്യങ്ങളെ പറ്റി ഇങ്ങനെ പറയുക, അതവർക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ആശാ വർക്കേഴ്സ് പോയി പറഞ്ഞാൽ അവർ മാറണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഇനി അതിനേക്കാൾ വലുത് നമുക്ക് ടാർഗറ്റ് ഉണ്ട്. എന്ത്? ഇവിടെ കണ്ട ഹിറ്റ് വാക്സിനേഷൻ ടാർഗറ്റ് നാഷണൽ ലെവലിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്, സ്റ്റേറ്റിന് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ സ്ലോ ഡൗൺ ചെയ്യും ഈ വാക്സിനേഷൻ റേറ്റ്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, അതിനെയും എനിക്ക് എലിമിനേറ്റ് ചെയ്യാം. ചില കണ്ടീഷൻസ് ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞിട്ടില്ലേ. റിക്വസ്റ്റ് സ്റ്റേറ്റ് ലെവൽ എമർജൻസി പവർ ടു എൻഫോഴ്സ് വാക്സിനേഷൻ. എടാ വാക്സിനേഷൻ എൻഫോഴ്സ് ചെയ്യാൻ സ്റ്റേറ്റ് ലെവൽ എമർജൻസി പവർ, ഹൈ റിസ്ക് സ്ലം ക്ലസ്റ്റേഴ്സ്, ജസ്റ്റിഫൈ ഇറ്റ് പബ്ലിക് ഹെൽത്ത് ലോ റിസ്ക് പ്രൊട്ടസ്റ്റ്. ആൻഡ് നിങ്ങൾക്കൊരു കാര്യം അറിയോ, വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും COVID-19 വാക്സിനേഷൻ ചെയ്യാത്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നിയമമായിട്ട് വെക്കാം. എങ്ങനെ? ഒരു ഓഫീസിലുള്ള ആൾക്ക്, ഓഫീസിന്റെ ഓണർക്ക് പറയാം വാക്സിനേഷൻ ചെയ്യാത്ത ആൾക്കാരെ ഞാൻ ഇങ്ങോട്ട് കയറ്റത്തില്ല. കട മുതലാളിക്ക് പറയാം, കട ഉടമയ്ക്ക് പറയാം, എന്ത്, വാക്സിൻ എടുക്കാത്ത ആൾക്കാരെ ഞാൻ കടയെ കയറ്റത്തില്ല. അതൊക്കെ അവരുടെ മാത്രം തീരുമാനങ്ങളും അവർക്ക് മാത്രം എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളുമാണ്. ഒരിക്കലും ഒരു പബ്ലിക് അതോറിറ്റിക്ക് വാക്സിനേഷൻ ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരു എമർജൻസി ലെവൽ, ഒരു സ്റ്റേറ്റ് ലെവൽ എമർജൻസി ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പബ്ലിക് ഹെൽത്ത് ലോയുടെ അണ്ടറിൽ നിങ്ങൾ വിധേയരാണെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വാക്സിനേറ്റ് ചെയ്യിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്തേ ഉള്ളൂ. ഇവിടെ എന്താണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം, യഥാർത്ഥ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ റിലീജിയസ് മൈനോറിറ്റി മിസ്ഇൻഫോംഡ് ആണ്. അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്ന് കൃത്യമായിട്ടും ഇവിടെ പറയുന്നുണ്ട്. ദേ ആർ മിസ്ഇൻഫോംഡ് അബൌട്ട് സൈഡ് എഫക്ട്സ് ആൻഡ് ഹിറ്റ്. ഇതിന്റെ പുറകിലൊക്കെ അജണ്ട ഉണ്ടെന്ന് പറഞ്ഞ് അവരെ ലോക്കൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യിപ്പിച്ചിരിക്കുക, തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഒരു മുനിസിപ്പൽ ഹെൽത്ത് ഓഫീസറായി നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക, ആ ലൊക്കാലിറ്റിയിലുള്ള റിലീജിയസ് ലീഡേഴ്സിനെ വിളിച്ചു വരുത്തുക. എന്നിട്ട് അവരോട് പറയാം, ഇങ്ങനൊരു കാര്യമുണ്ട്, നിങ്ങളുടെ സഹായം നമുക്ക് വേണം, നിങ്ങൾ കുറച്ച് എഡ്യൂക്കേഷൻ വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെയും കൂടെ നമുക്ക് വാക്സിനേറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ആ റിസ്ക് ഓഫ് സ്പ്രെഡ് നമുക്ക് ഒഴിവാക്കാനും കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും എന്ന് പറയുമ്പോൾ ശരിയാണ്. അവിടെ എല്ലാ ലീഡേഴ്സും എഗ്രി ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ ഈ 4 ഓപ്ഷനിൽ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള, ശരിയായിട്ടുള്ള നല്ലൊരു ഒരു തീരുമാനം എന്തായിരിക്കും? ആദ്യത്തെ ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. എല്ലാവരും എഗ്രി ചെയ്യേണ്ട, എഗ്രി ചെയ്യുന്നവരില്ലേ, ആ എഗ്രി ചെയ്യുന്ന ആൾക്കാരുടെ ഫോളോവേഴ്സ് എന്ത് ചെയ്യും, ഈ ഒരു വാക്സിനേഷൻ ക്യാമ്പയിന് വില്ലിംഗ് ആവൂലേ? യെസ്, സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഫീസിബിൾ ഓപ്ഷൻ. ഐ ബിലീവ് ഇത് എൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. ഇത് തന്നെയാണ് ശരി, അങ്ങനെയില്ല. നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉത്തരം ഇതാവാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്ത ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. എന്താണ് അതിൽ ക്രക്സ് പറയുന്നത്? ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഒരു കാട്ടുതീ പടർന്നിരിക്കുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്താ സസ്പെക്ട് ചെയ്യുന്നത്? അവിടെ ഇല്ലീഗൽ മഹുവ ഫ്ലവർ ഹാർവസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ലോക്കൽ ട്രൈബൽ ഗ്രൂപ്പിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലീഗൽ മഹുവ, അതായത് മഹുവ എന്ന് പറയുന്ന ഒരു ഫ്ലവർ ഹാർവസ്റ്റ് ചെയ്യുന്ന അതിന് ഇല്ലീഗൽ ഹാർവസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ലോക്കൽ ട്രൈബൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലീഫ് ലിറ്റർ
ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തീയിടുകയാണ് ചെയ്യുന്നത്. സ്റ്റേറ്റിന് ഭയങ്കര പ്രഷർ ഉണ്ട് രണ്ട് സൈഡിൽ നിന്നും. ആരുടെയൊക്കെ കൺസർവേഷൻ ലോബികളുടെ പ്രഷറും ഉണ്ട്, അതുപോലെ തന്നെ ട്രൈബൽ വെൽഫെയർ ഗ്രൂപ്പിന്റെ പ്രഷറും ഉണ്ട്. യെസ്, അപ്പോൾ ഹാർവസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ക്രിട്ടിക്കൽ സീസണിങ് ഇൻകം ആരുടെ? ട്രൈബൽ പീപ്പിളിൻ്റെ ആ ഒരു സീസണിൽ ലഭിക്കുന്ന അവരെ അത്താണിയായിട്ടുള്ള അവരുടെ ക്രിട്ടിക്കൽ ഒരു സീസണൽ ഇൻകത്തിനെ ബാധിക്കും. അതുകൊണ്ട് ഇത് നിർത്തുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഇല്ലീഗൽ മഹുവ ഹാർവസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു കാട്ടുതീ പടർന്നിട്ടുണ്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ. എ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, വാട്ട്സ് യുവർ എന്തായിരിക്കും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അപ്രോച്ച് എന്തായിരിക്കും എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. യെസ്, ആദ്യത്തത് ഇമ്പോസ് എ ടോട്ടൽ ബാൻ ഓൺ. അത് എക്സ്ട്രീം ആയിപ്പോയി. ടോട്ടൽ ബാൻ ഇമ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ക്രിട്ടിക്കൽ സീസണൽ ഇൻകം ആണ്. സ്റ്റോപ്പിംഗ് ദ ഹാർവസ്റ്റ് ഡിപ്രൈവ്സ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഒരു ചീഫ് ഫോറസ്റ്റ് ഓഫീസർക്ക് അങ്ങനെ ബാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു തീരുമാനമായി പോകും. അതുകൊണ്ട് നമുക്ക് അതിന് തൽക്കാലം അതായിരിക്കില്ല എന്നത് നമുക്ക് അസ്യൂം ചെയ്യാം. രണ്ടാമത്തത് അലൗ ലിമിറ്റഡ് ഹാർവസ്റ്റിംഗ് അണ്ടർ സ്ട്രിക്റ്റ് കമ്മ്യൂണിറ്റി മോണിറ്റേർഡ് ഫയർ സേഫ്റ്റി കൺട്രോൾ. തീപിടുത്തമാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം അല്ലേ? യെസ്, ആൻഡ് പാർട്ട്ണർ വിത്ത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഫോർ കളക്ഷൻ ആൻഡ് സെയിൽസ്. യെസ്, മൂന്നാമത്തെ കോർഡിനേറ്റ് വിത്ത് ദ ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ്, ശരി. ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റുമായി കോർപ്പറേറ്റ് ചെയ്തിട്ട് ക്യാഷ് കോമ്പൻസേഷൻ കൊടുക്കുക. എന്തിന്? തീ പിടിച്ചത് കൊണ്ട് മഹുവ ഹാർവസ്റ്റിനെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുമ്പം ട്രൈബൽ യൂത്ത് അല്ലെങ്കിൽ അതിലൂടെ ഇൻകം കിട്ടുന്ന ആൾക്കാർക്കൊക്കെ എന്ത് കൊടുക്കുക? ക്യാഷ് കോമ്പൻസേഷൻ കൊടുക്കുക. ആൻഡ് എംപ്ലോയ്മെന്റ് ആൾട്ടർനേറ്റീവ്സ്, വേറെ എംപ്ലോയ്മെന്റ് കൊടുക്കുക ഡ്യൂറിങ് ദ സീസൺ ദോ ഫണ്ടിങ് അപ്രൂവൽ മേ ഡിലേ ദ സപ്പോർട്ട്. എടാ, ആ ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇന്ന് കഞ്ഞി കുടിക്കണം, ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശുപാർശ പോയി. ആ ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് 5 മാസം കഴിഞ്ഞ് ഇതൊരു സീസണൽ ഇൻകം ആണ്, ഇന്ന് കിട്ടേണ്ട ഇൻകം ആണ്. ഇവിടെ പറയുന്നുണ്ട് ഫണ്ടിങ് അപ്രൂവൽ മേ ഡിലേ ദ സപ്പോർട്ട്. ഫണ്ടിങ് അപ്രൂവൽ വരാൻ ഡിലേ ആയിക്കഴിഞ്ഞാൽ അവരുടെ സീസണിൽ അവർക്ക് വേണ്ട ആ ഇൻകം അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സജഷൻ കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ ഫണ്ട് കിട്ടാൻ ഡിലേ ആയാൽ അവരുടെ സീസണൽ ഇൻകത്തിനെ ബാധിക്കും. അപ്പോൾ ഇതൊരു ട്രൈബൽ അതുപോലെ തന്നെ ഒരു എംപ്ലോയ്മെന്റ് ആൾട്ടർനേറ്റീവ് കൊടുക്കുക, മറ്റൊരു ജോലി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതും എനിക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഔട്ട്സോഴ്സ് ഫയർ കൺട്രോൾ ഓപ്പറേഷൻ ടു പ്രൈവറ്റ് ഫേം ആൻഡ് ഷിഫ്റ്റ് ബ്ലെയിം. ഇതൊക്കെയാണ് അതിലത്തെ തമാശ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഷിഫ്റ്റ് ചെയ്യുക ബ്ലെയിം. എന്താണ്? നീ ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്ന ആളാണ്, നിന്റെ തലയിലുള്ള സാധനം എടുത്ത് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായതുകൊണ്ട് അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അത് രണ്ടും എന്തായാലും പോയി. ഇനി ആ ഗ്യാരണ്ടി ഇതാണോ എന്നുള്ളതാണ്. ഇമ്പോസ് എ ടോട്ടൽ ബാൻ എന്നുള്ളത് പോസിബിൾ അല്ല എന്ന് ഓൾറെഡി മെൻഷൻഡ് ആണ്. ബിക്കോസ് അത് അവരുടെ ഹാർവസ്റ്റിംഗ് അവരുടെ സീസണൽ ഇൻകത്തിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ടോട്ടൽ ബാൻ ഇസ് ഓൾസോ എലിമിനേറ്റഡ്. സോ ദ റൈറ്റ് ആൻസർ ഇതാണ്. കണ്ടോ, ഓപ്ഷൻ എലിമിനേഷൻ ഇസ് എ വെരി ഗുഡ് മെത്തേഡ് ഓർ ട്രിക്ക് ടു സോൾവ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ് ആൻഡ് ഓടിച്ച് വിട്ട് സോൾവ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും കേട്ടോ. ഇനി വളരെ കൺഫ്യൂസിംഗ് ആയ 2 ഓപ്ഷൻ വന്ന് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ. യെസ്, നമ്മളപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ക്രക്സ് എന്താണെന്ന് ഞാൻ പറയാം. 40 കുട്ടികൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ് മിഡ് ഡേ മീൽ സ്കീം ഒരു സ്കൂളിൽ നിന്ന് കഴിച്ചിട്ട്. ഗവൺമെന്റ് സ്കൂൾ. കുക്ക് പറയുന്നത് ഫുഡ് ഗ്രെയിൻസ് ഒക്കെ സ്പോയിൽഡ് ആയിരുന്നു. സപ്ലയർ എന്താ പറയുന്നത്? ആ സ്കൂളിൽ സ്റ്റോർ ചെയ്തത് പ്രോപ്പർ ആയിട്ടല്ല, ഇംപ്രോപ്പർ ആയിരുന്നു. മീഡിയ അഗ്രസീവ്ലി പ്രശ്നമാക്കിയിട്ടുണ്ട്. പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്താണ് പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്യണം എന്നൊക്കെയാണ് പൊളിറ്റീഷ്യൻസ് പറയുന്നത്. പാരൻസ് ആണെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. ലോക്കൽ NGOകളൊക്കെ എമർജൻസി ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറാണ്. അപ്പോൾ ആസ് ദ DEO നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു തീരുമാനം എടുക്കണം. അത് ഇമ്മീഡിയറ്റ് ആയിരിക്കണം, അത് റെസ്പോൺസിബിൾ ആയിരിക്കണം. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ നോക്കേണ്ടത്. അപ്പോൾ മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ 4 ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയിട്ട് ഇതിൻ്റെ ഉത്തരം സാറ് പറയുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതിൽ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഉത്തരം ഇമോഷണൽ ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ നിങ്ങളാണ് ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഉത്തരം ഏതായിരിക്കുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നല്ല ഓപ്ഷൻസ് ആണ്. അതിൽ കോംപ്ലിക്കേറ്റഡ് ആണോ കൺഫ്യൂഷൻ ആണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ആൻഡ് മോസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അതിനെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഐ ഹോപ്പ് ദ സെഷൻ വാസ് യൂസ്ഫുൾ. ഇത്തരത്തിൽ ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റട്ടെ. ഇനി ഇതിനെക്കാട്ടൊക്കെ എളുപ്പമുള്ള ഓപ്ഷനാണ് വരുന്നതെങ്കിൽ അടിപൊളി, നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് മാർക്ക് കിട്ടും. സമയം മാക്സിമം നമ്മളത് റീസണിങ്ങിൽ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി തന്നെ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ടൈം. യെസ്, താങ്ക് യു, ബൈ, ഓൾ ദ ബെസ്റ്റ്.